Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഷെൽ മോഡിഫയറിനെ കുറിച്ചാണ്. അതിനായി ഞാൻ ആദ്യം ജസ്റ്റ് ഒരു പ്ലെയിൻ വരച്ചു കൊടുത്തത്. ടോപ്പ് വ്യൂവിൽ ഓണാക്കി പ്ലെയിൻ വരച്ചു. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിന് തിക്നെസ് ഉണ്ടാവില്ല. അതിന് എക്സ് ആൻഡ് വൈ ലെങ്ത്തും വിഡ്ത്തും മാത്രം ഉണ്ടാവും. അപ്പോൾ തിക്നെസ് ഇല്ലാത്ത ഏതൊരു ഒബ്ജക്റ്റിലും നമ്മളൊരു തിക്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷെൽ മോഡിഫയർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്ലെയിൻ വരച്ചു കൊടുത്തു. അതിന് കുറച്ച് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക, ലെങ്ത് സെഗ്മെന്റ്സും ആഡ് ചെയ്യുക, വിഡ്ത്ത് സെഗ്മെന്റ്സും ആഡ് ചെയ്യുക. അതിനുശേഷം മോഡിഫയർ ലിസ്റ്റിൽ SH ഷെൽ മോഡിഫയർ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ തന്നെ ഒരു മിനിമം തിക്നെസ് വന്ന് കാണാൻ പറ്റും കേട്ടോ. അതിൽ ഇന്നർ എമൗണ്ടും ഔട്ടർ എമൗണ്ടും പിന്നെ സെഗ്മെന്റ്സും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഇന്നർ എമൗണ്ട്സ് ആഡ് ചെയ്താൽ ഇന്നർ എമൗണ്ട് കൂടുന്ന കാണാൻ പറ്റും. ഔട്ടർ എമൗണ്ട് ആഡ് ചെയ്താൽ ഔട്ടർ എമൗണ്ട് കാണാം. ഔട്ടർ എമൗണ്ട് ആഡ് ചെയ്യും, ഇന്നർ എമൗണ്ട് ആഡ് ചെയ്യും. അത് വേറൊരു ഷേപ്പ് വരച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഞാനിവിടെ ഒരു സ്പിയർ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഒരു സ്പിയർ വരച്ചു, ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി. ഇതിന് ഞാൻ ജസ്റ്റ് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുത്തു. നമുക്ക് ഇതിന് തിക്നെസ് ഇല്ല. ഈ ഒരു ഷേപ്പിന് തിക്നെസ് ആഡ് ചെയ്യാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം മോഡിഫയർ ലിസ്റ്റിൽ SH കൊടുക്കുക. ഷെല്ല് ജസ്റ്റ് ഷെല്ല് അപ്ലൈ ചെയ്താൽ തന്നെ തിക്നെസ് വരുന്നതാണ് കേട്ടോ. തിക്നെസ് വന്നു. നമുക്ക് കണ്ടോ, ഇതിൽ പിന്നർ എമൗണ്ട് ഓൾറെഡി വന്നു കിടക്കുന്നുണ്ട്. പിന്നർ എമൗണ്ട് ഞാൻ കുറയ്ക്കുകയാണെങ്കിൽ കേട്ടോ, ഇന്നർ എമൗണ്ട് കൂട്ടി. ഞാൻ ഔട്ടർ എമൗണ്ട് കുറയ്ക്കുകയായിരിക്കും കേട്ടോ. ഔട്ടർ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ഔട്ടർ എമൗണ്ട് കുറഞ്ഞു വരുന്നതാണ്. അതായത് ഇതിൽ ഔട്ടർ എമൗണ്ട് പറയുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ, അപ്പൊ അത് കുറയ്ക്കുമ്പോൾ അത് കുറയുന്നത് കാണാൻ. ഇനി ഇന്നർ എമൗണ്ട് കൂട്ടുകയായിരിക്കും കേട്ടോ. ഇന്നർ എമൗണ്ട് കൂട്ടുമ്പോൾ ഇന്നറിലേക്ക് ലെങ്ത്. ഇനി നമുക്ക് ഇതില് സെഗ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ സെഗ്മെന്റ്സ് നമ്മൾ ആദ്യക്ക് ഉള്ള സെഗ്മെന്റ്സ് മാത്രമേ ഉണ്ടാവും. നമ്മൾ കൊടുത്ത തിക്നെസ്സിന് സെഗ്മെന്റ്സ് ഉണ്ടാവില്ല. കൊടുത്ത തിക്നെസ് ആ ഏരിയക്ക് സെഗ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെഗ്മെന്റ്സ് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ആ ഏരിയയിൽ നമുക്ക് ഇനി സെഗ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാം. സെഗ്മെന്റ്സ് കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ നമുക്ക് ഇപ്പൊ ഈ പ്ലെയിനിൽ സെഗ്മെന്റ്സ് ഹൈറ്റ് സെഗ്മെന്റ്സ് ഇല്ല. അതായത് ഈ തിക്നെസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഷെൽ മോഡിഫയർ യൂസ് ചെയ്തത്. അവിടെ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുക. സെഗ്മെന്റ്സ് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഷെൽ മോഡിഫയർ യൂസ് ചെയ്തിട്ട് സെഗ്മെന്റ്സ് ആഡ് ചെയ്തത്. ഈ ബിവൽ എഡ്ജ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബിവൽ എഡ്ജ് കൊണ്ടുള്ള ഓപ്ഷൻ നമുക്ക് മനസ്സിലാവാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി ജസ്റ്റ് ഓഫ് ആക്കി. നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു ഷേപ്പ് വേണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒബ്ജക്റ്റിൽ നമ്മൾ ഷെൽ മോഡിഫയർ ആഡ് ചെയ്തു. ഈ പ്ലെയിൻ, ആ പ്ലെയിൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിന്റെ മോഡിഫയർ എടുക്കുക. ഇപ്പൊ ലൈൻ ടൂൾ നമ്മൾ എസ്കേപ്പ് ആയിട്ടില്ല, ഒന്നുകൂടെ എസ്കേപ്പ് അടിക്കുക. ഇപ്പൊ ലൈൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി. നമ്മൾ ഈ ഒരു ഫ്രണ്ട് വ്യൂ ആക്കി ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ഷെൽ മോഡിഫയർ ആഡ് ചെയ്തു. ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫയർ എടുക്കുക. മോഡിഫയർ ബിവൽ അടിച്ച് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, ആ ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഏത് ഷേപ്പാണോ ഇവിടേക്ക് വരേണ്ടത്, അതായത് ഈ അഡ്ജ് ഷേപ്പ് ഏതാണോ വരേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് ബിവൽ അടിച്ച് ഓൺ ആക്കി കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്യാൻ നൺ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം അതിപ്പോ നൺ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഓൺ ആയി. ഇനി ഏത് പോർഷനാണ് സെലക്ട് ചെയ്തത് അപ്പൊ ആ പോർഷൻ അനുസരിച്ച് ഇവിടെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കാണാൻ പറ്റും. നമ്മൾ നൺ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഏത് ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കും. അത് സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ നമ്മൾ ഷെൽ വെച്ച് മോഡിഫൈ ചെയ്ത ആ ഏരിയയിൽ മൊത്തം ഈ ഒരു ഷേപ്പ് വന്ന് കാണാൻ പറ്റും. അതിനാണ് ബിവൽ അടിച്ച് കൊണ്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. അതേപോലെ ഒരു സർക്കിളും വരച്ചു. ഞാൻ ഇതിലേക്ക് ഷെൽ മോഡിഫയർ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു എക്സ്ട്രൂഡ് കൊണ്ടൊരു മോഡിഫയർ പിന്നെ പഠിക്കാം. എക്സ്ട്രൂഡ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം. അതിനുശേഷം ക്യാപ്പ് എമൗണ്ടും ക്യാപ്പിലും ഓഫ് ആക്കി ജസ്റ്റ് എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ റെക്ടാങ്കിളിനും എക്സ്ട്രൂഡ് മോഡിഫയർ ആഡ് ചെയ്തു. ഇതിലേക്ക് ഞാൻ ഷെൽ മോഡിഫയർ ആഡ് ചെയ്യണം. മോഡിഫയർ എടുത്തു, SH ഷെൽ മോഡിഫയർ ജസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ തിക്നെസ് വരുന്നതാണ്. ഔട്ടർ എമൗണ്ട് കുറച്ച അതിനനുസരിച്ച് വരും. അതേപോലെ ഇതിലേക്ക് മോഡിഫയർ ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് മോഡിഫയർ ചെയ്യുക. SH ഷെൽ മോഡിഫയർ എടുക്കുക. ജസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ വരുന്നത് കാണാൻ പറ്റും. നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്.
പിന്നെ സ്മൂത്ത് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. സ്മൂത്ത് ചെയ്യണമെങ്കിൽ ഓട്ടോ സ്മൂത്ത് അടിച്ച് കൊടുത്താൽ ഓട്ടോ സ്മൂത്ത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ എഡ്ജസ് മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലാണ് കൊടുക്കുന്നത്. അതിൽ ആക്കിയതിന് സ്മൂത്ത് ചെയ്യാണ്. സ്മൂത്ത് ചെയ്യുമ്പോൾ സ്മൂത്ത് ആവും. സ്മൂത്ത് ഓഫ് ആക്കണമെങ്കിൽ എഡ്ജസും സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മൂത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ എഡ്ജസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് എഡ്ജ് കൊണ്ടുള്ള ഓപ്ഷൻ. സെലക്ട് ഇന്നർ ഫേസ് സെലക്ട് ചെയ്താൽ ഇപ്പൊ രണ്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് രണ്ടും സെലക്ട് ആയിട്ടുള്ളത്. ഇത് ഓഫ് ആക്കി കൊടുത്താൽ ഇന്നർ ഫേസ് മാത്രം സെലക്ട് ആവും. ഇനി ഔട്ടർ ഫേസ് സെലക്ട് ചെയ്യണമെങ്കിൽ ഔട്ടർ ഫേസ് മാത്രം സെലക്ട് ചെയ്യാൻ. നമുക്ക് കോർണേഴ്സ് ചെയ്യണമെങ്കിൽ കോർണേഴ്സ് ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് മനസ്സിലാൻ പറ്റും കുറച്ചുകൂടി. കണ്ടോ, അപ്പോൾ ഇവിടെ കോർണറുള്ള ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടി നമുക്ക് കോർണർ സ്ട്രൈറ്റും ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്ട്രൈറ്റ് ആൻഡ് കോർണർ ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും. ഇതാണ് ഷെൽ മോഡിഫയർ. നമുക്ക് തിക്നെസ് ഇല്ലാത്ത ഏതൊരു ഒബ്ജക്റ്റിനും ചെറിയൊരു തിക്നെസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ നമുക്ക് ആ എഡ്ജ് ബിവൽ അടിച്ച് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ. ബിവൽ അടിച്ച് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ലൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടാനുസരണം കർവ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം ഷേപ്പ് വരച്ചു കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഷേപ്പ് കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ ലൈൻ എഡിറ്റ് ചെയ്തതിനനുസരിച്ച് ഈ ഷേപ്പ് മാറും. അതായത് ഞാൻ ഈ ലൈൻ എഡിറ്റ് ചെയ്യാണ്. ലൈൻ എഡിറ്റ് ചെയ്യുന്നതിന് ഈ ഒരു ഓപ്ഷൻ എടുത്തു. അത് മൂവ് ചെയ്യാന്ന് ചോദിക്കില്ല. അത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ ഷേപ്പ് മാറും. ഞാൻ ഇത് മൂവ് ചെയ്യണം. അതിനനുസരിച്ച് ഈ ഷേപ്പ് മാറും. നമ്മൾ ഈ ലൈനിൽ എന്തൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഷേപ്പ് മാറും. ഞാൻ ബ്രേസ് കൊടുത്തു. ബേസ് ചെയ്യാം. കണ്ടോ, അപ്പൊ ഈ ഷേപ്പിനനുസരിച്ച് മാറുന്ന കാണാൻ പറ്റും. കണ്ടോ, എങ്ങനെയാണോ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഈ ഒരു ഷേപ്പ് കൊടുത്തിട്ട് കണ്ടോ, നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ഷേപ്പ് മാറ്റാൻ പറ്റും ആവശ്യാനുസരണം. ഇതാണ് ഷെൽ മോഡിഫയർ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.